രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗത്തിന് കേസെടുത്തതോടെ നിലവിലെ നിയമസഭയിൽ സ്ത്രീപീഡന കേസ് നേരിടുന്ന MLA-മാരുടെ എണ്ണം 4ആയി. കോൺഗ്രസിൽ നിന്ന് 3 പേരും CPM-ൽ നിന്ന് ഒരാളുമാണ് സമാനമായ കേസുകൾ നേരിടുന്നത്. ഇതിൽ ജയിലിൽ കിടന്നത് ഒരാൾ മാത്രമാണ്. കോവള MLA M. വിൻസെന്റാണ് അറസ്റ്റിലായി ജയിലിൽ കിടന്നിട്ടുള്ളത്. 2017 ബാലരാമപുരം സ്വദേശിനിയായ വീട്ടമ്മയുടെ ലൈംഗിക പീഡന പരാതിയിലാണ് M. വിൻസെന്റ് പ്രതിയായത്. വീട്ടമ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെയാണ് പീഡന കേസ് പൊങ്ങി വന്നത്. ഇതോടെ വിൻസെന്റ് അറസ്റ്റിലായി. 1 മാസത്തോളം ജയിലിൽ കിടന്ന ശേഷമാണ് ജാമ്യം ലഭിച്ച് പുറത്തു വന്നത്. നിലവിൽ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയാണ് പീഡന കേസിൽ പ്രതിയായ മറ്റൊരു കോൺഗ്രസുകാരൻ. തിരുവനന്തപുരം സ്വദേശിനി അധ്യാപികയെ പലവട്ടം പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. കോവളത്തെത്തിച്ച് പാറക്കെട്ടിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചുവെന്നും പരാതി ഉണ്ടായിരുന്നു. മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ എൽദോസ് ജയിലിൽ പോയില്ല. നടനും കൊല്ലം MLA-യുമാണ് പീഡന കേസിൽ പ്രതിയായ CPM പ്രതിനിധി. 2 കേസുകൾ നേരിടുകയാണ് മുകേഷ്. MLA ആകുന്നതിന് മുമ്പുള്ളതാണ് കേസുകളെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് പരാതികൾ പൊങ്ങി വന്നത്. മുൻകൂർ ജാമ്യം ലഭിച്ചതിനാൽ മുകേഷും ജയിലിൽ പോയില്ല. 2 കേസിലും കുറ്റപത്രം കോടതിയുടെ പരിഗണനയിലാണ്. ഈ പട്ടികയിൽ അവസാനമെത്തിയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. മറ്റുള്ള MLA-മാരെക്കാൾ പാർട്ടിക്ക് ഏറെ ആഘാതം ഉണ്ടാക്കുന്നതാണ് രാഹുലിനെതിരായ കേസ്. പീഡനം മാത്രമല്ല, നിർബന്ധിച്ച് അബോർഷൻ നടത്തൽ, മർദ്ദനം, ഇങ്ങനെ പോകുന്നു ആരോപണങ്ങൾ. കോൺഗ്രസിന്റെ യുവമുഖം എന്ന് ആഘോഷിക്കപ്പെട്ടിടത്തു നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഇപ്പോഴത്തെ വീഴ്ചയിലേക്ക് നയിച്ചത് സ്വന്തം പ്രവർത്തികൾ തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും. യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന ആരോപണം ഉയർന്നപ്പോൾ രാഹുൽ വീട്ടിൽ ഒളിച്ചതാണ്. ചാറ്റുകൾക്കും ശബ്ദരേഖകൾക്കും പിന്നാലെ പരാതി എത്തും എന്ന കണക്കുകൂട്ടലിൽ തന്നെയായിരുന്നു ഈ ഒതുക്കം. എന്നാൽ പരാതി എത്തിയില്ല എന്ന് ഉറപ്പിച്ച ശേഷം തല പുറത്തേക്കിട്ട് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ തല ഊരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. സസ്പെൻഷന് നിർബന്ധം പിടിച്ച പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച് ആദ്യം നിയമസഭയിലേക്ക്, അതിനുശേഷം ഷാഫി പറമ്പിലിന്റെ പിന്തുണയിൽ പാലക്കാട്ടേക്ക്. പരാതിയുമായി യുവതി വരില്ലെന്ന അമിത ആത്മവിശ്വാസമാണ് വിനയായത്. പരാതി എവിടെയെന്ന് വെല്ലുവിളി തുടർന്നുകൊണ്ടേയിരുന്നു. സത്യം തെളിയിക്കുമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് രാഹുൽ ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. മൊബൈൽ ഫോണുകളെല്ലാം ഓഫാണ്. ഇതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതിയിലെത്തി. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് തലസ്ഥാന നഗരിയിലും രാഹുൽ മാങ്കൂട്ടം എത്തി. ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിജീവിതയുടെ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കുരുക്കുകൾ കൂടുതൽ മുറുകുകയാണ്. രാഹുൽ മാത്രമല്ല, പ്രൊമോട്ടർമാരായി പ്രവർത്തിച്ച നേതാക്കളും പൊതുജന മധ്യത്തിൽ നാണം കെട്ട അവസ്ഥയിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വടി കൊടുത്ത് അടിവാങ്ങിയെന്നാണ് കോൺഗ്രസിൽ പരക്കെയുള്ള സംസാരം. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരം ആളിക്കത്തിക്കുന്ന തരത്തിൽ പെരുമാറിയതാണ് എല്ലാം കൈവിട്ടു പോയ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം. ഇനി ഇതിന് പരിഹാരം കാണുക രാഹുലിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. പുറത്താക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് ഉടനില്ല എന്ന് പറയുമ്പോഴും രാഹുലിനെ ഇനി ചുമക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴുള്ളത്.